CPM-ന് പങ്കാളിത്തമില്ല, പങ്കില്ല, ഞങ്ങളാരും അറിഞ്ഞില്ല എന്ന വാദമൊക്കെ പരിപൂർണമായി തള്ളിക്കളയുന്നതിൽ നമുക്ക് തൃപ്തരല്ല. അത് PPI നമ്മളെ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ച് തുടർ നടപടികൾ നമ്മൾ ആലോചിച്ചിട്ട് പറയുന്നതായിരിക്കും. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആൾക്കാർ കുറ്റക്കാരാണെന്ന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. അതേ താഴെത്തട്ടിൽ നമ്മളെ നാട്ടിലെ ആൾക്കാരൊക്കെ അത് ഗൂഢാലോചന ബന്ധമുള്ള നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്കതിൽ പ്രയാസമുണ്ടല്ലോ. അത് കൃത്യമായിട്ട് നമ്മൾക്ക് അറിയുന്ന ഗൂഢാലോചന ചെയ്തവര് നമ്മളെ ഇവിടെ CBI അറസ്റ്റ് ചെയ്ത കുറച്ച് ആൾക്കാർ അവരെ എന്ത് പറഞ്ഞാൽ അവരെ വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ നമുക്ക് തൃപ്തിയില്ല. ഗൂഢാലോചന ചെയ്ത ഇതിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് റിമാൻഡിൽ കഴിഞ്ഞ ആൾക്കാർ വെറുതെ പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ കോടതി വന്ന ഈ 14 പേരിൽ കുറ്റം തെളിഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. 14 പേരിൽ ഗൂഢാലോചനയും കൊലപാതക കുറ്റം തെളിഞ്ഞതായിട്ട് ബോധ്യപ്പെട്ടുമല്ലോ. അത് കോടതി പറഞ്ഞല്ലോ. അതിന് വളരെയധികം തൃപ്തരാണ്. കാരണം അത് തെളിയിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഗൂഢാലോചനയിൽ കുറച്ചാളെ രക്ഷപ്പെട്ടത് അത് അത്ര നമുക്ക് സുഖമുള്ള കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾ പ്രോസിക്യൂട്ടറായിട്ട് ഇതിനെ ആലോചിച്ച് മുമ്പ് ഇതിന് വരുന്ന വഴികളൊക്കെ നമുക്ക് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിക്കും. അത് PPI ആയിട്ട് ആലോചിച്ച് നമ്മൾ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ച് അതിന്റെ നിയമവശം നോക്കി ബാക്കി തുടർന്നുകൊണ്ടിവിടെ നമ്മൾ ആലോചിക്കും. അല്ലെ പക്ഷേ ഈ അപ്പീൽ പോവും. നമ്മൾ PPI ആയിട്ട് അതായത് പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിക്കും. നിയമവശങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നതായിരിക്കും. കാരണം ഇതുവരെയും നമ്മൾ നിയമ പോരാട്ടത്തിന് പിന്നിലായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാർ രക്ഷപ്പെടുന്നതിൽ വലിയ ദുഃഖമുണ്ട്. പക്ഷേ നേരെ മറിച്ച് കോടതി കുറ്റക്കാരെ കണ്ടെത്തിയതിൽ, കൊലപാതക കുറ്റം തെളിയിക്കാൻ പറ്റിയതിൽ, ഈ 14 പേർക്കെതിരെ കൊലകുറ്റം ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയതില്ല. അതിയായ സന്തോഷം അല്ല, ഒരു കൃതജ്ഞതയുണ്ട്. ആ കോടതിയിൽ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കും വരെ നമ്മൾ പോരാട്ടം നടത്തും. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമുക്ക് പറയാൻ ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ സംസാരിക്കുന്നു.